എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആധുനിക കലാസൃഷ്ടികൾക്ക് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കലാസൃഷ്ടികളുടെ ആധുനികവൽക്കരണം നടക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന 4 സംജ്ഞകളെ പറ്റിയാണ്. അതിലൊന്ന് ബിംബങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്ന ഇമേജസം, മറ്റൊന്ന് പ്രതീകങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്ന സിംബോളിസം, മറ്റൊന്ന് അനുഭൂതി ചിത്രണവുമായിട്ട് ബന്ധപ്പെട്ട് ചിത്രകലയിൽ പ്രാധാന്യം വരുന്ന ലളിതമായ നിറങ്ങൾ ഉപയോഗിച്ച് ലളിതമായ വരകളിൽ ക്രമരഹിതമായ ലളിതമായ വരകൾ ഉപയോഗിക്കുന്ന ഇംപ്രഷനിസം. ഇനി വാചാലികത അല്ലെങ്കിൽ അതിവൈകാരികത കടുത്ത നിറങ്ങളിൽ വ്യാഖ്യാനിക്കുന്ന എക്സ്പ്രഷനിസം എന്നിവയെ പറ്റിയാണ്. ആധുനിക കവിതകൾ കാണപ്പെടുന്ന ഒരു സവിശേഷ രചനാരീതിയാണ് ഇമേജിസം. അതായത് കവിതയിലെ ആശയങ്ങളെ ഇമേജുകളുടെ രൂപത്തിൽ അല്ലെങ്കിൽ ബിംബങ്ങളുടെ രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് ഈ പ്രസ്ഥാനം ചെയ്യുന്നത്. ഇതിൻ്റെ തുടക്കം ടി ഹ്യൂമിൻ്റെ കൃതികൾ കാണപ്പെടുന്നു. പിന്നീട് അതിൻ്റെ ശക്തനായ വക്താവായി എസ്രാ പൗണ്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ടി.എസ്. എലിയറ്റിൻ്റെ രചനകളിലും ഇമേജസം കടന്നു വരുന്നു. ആമി ലോവൽ പ്രസിദ്ധീകരിച്ച സം ഇമേജിസ്റ്റ് പോയിറ്റ്സ് എന്ന കാവ്യസമാഹാരത്തിൻ്റെ അവതാരിക ഇമേജിസത്തിൻ്റെ മാനിഫെസ്റ്റോ ആയി മാറി. ഇമേജിസത്തിൽ ചെയ്യുന്ന കാര്യം അദൃശ്യമായതിനെ ബിംബങ്ങൾ ഉപയോഗിച്ച് ദൃശ്യവൽക്കരിക്കാം. അതിനുവേണ്ടി ദൃശ്യബിംബങ്ങളോ ശ്രവ്യബിംബങ്ങളോ ഗന്ധബിംബങ്ങളോ സ്പർശബിംബങ്ങളോ രസനബിംബങ്ങളോ ഒക്കെ ഉപയോഗിക്കാം. ഉചിതമായ ബിംബങ്ങളുടെ സഹായത്തോടെ കവിതയുടെ ആശയം പ്രകടമാക്കാനും വായനക്കാരിൽ അനുഭൂതി ഉണർത്താനും കഴിയും. അതുവഴി വാക്കുകളുടെ ധാരാളിത്തത്തിൽ നിന്ന് കവിതയെ രക്ഷപ്പെടുത്താൻ കഴിയും. ഒരുപാട് ആശയങ്ങൾ ഒരു ബിംബത്തിൽ ഉൾക്കൊള്ളിച്ചാൽ ഒരുപാട് വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ നമുക്ക് രക്ഷപ്പെടാം. ഏത് വസ്തുവും, ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഏത് വസ്തുവും പ്രതിഭാശാലിയായ എഴുത്തുകാരന് ബിംബങ്ങളുടെ രൂപത്തിലാക്കാൻ കഴിയും. ഇനി ഇമേജസത്തിൻ്റെ നിയമങ്ങൾ എന്ന് പറയുന്ന 2 കാര്യങ്ങൾ. അതിലൊന്ന്, ആവിഷ്കാരത്തിൽ ഏതെങ്കിലും സംഭാവന ചെയ്യാത്ത വാക്കിനെ ഉപേക്ഷിക്കുക. രണ്ടാമത്തത് കവിതയുടെ താളത്തെക്കുറിച്ചാണ്. കവിതയുടെ താളം മനസ്സിലാക്കുന്ന സമയത്ത് ഛന്ദസ്സിനേക്കാൾ സംഗീതാത്മക പദസമുച്ചയം പരിഗണിക്കുക. ഇത് രണ്ടും ഇമേജസത്തിൻ്റെ നിയമങ്ങളായി പറയാം. ഒന്നാമത്തെ നിയമം, ആവിഷ്കാരത്തിൽ ഏതെങ്കിലും സംഭാവന ചെയ്യാത്ത വാക്കിനെ ഉപേക്ഷിക്കുക. രണ്ടാമത്തത്, കവിതയുടെ താളത്തിനെ സംബന്ധിച്ച് ഛന്ദസ്സിനേക്കാൾ സംഗീതാത്മക പദസമുച്ചയം പരിഗണിക്കുക. മലയാള കവിതയിലെ ആധുനിക കവികളെ പരിശോധിക്കുന്ന സമയത്ത് സച്ചിദാനന്ദൻ്റെ വീട് എന്നൊരു കവിതയിൽ ഇങ്ങനെ ചില ബിംബങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ വരികൾ ഇങ്ങനെ. അദ്ദേഹം വീടിനെ പറ്റി എഴുതിയതാണ്. പുറത്ത് ശ്വാസകോശങ്ങളുള്ള ഒരു ജന്തുവാണ്. അതുകൊണ്ടാണ് ഒന്ന് വെയിൽ കാഞ്ഞാൽ അല്ലെങ്കിൽ മഞ്ഞിൻ്റെ തണുപ്പേറ്റാൽ അതിന് പനി പിടിക്കുന്നത്. അപ്പോൾ അവിടെ വീടെന്ന് അറിയപ്പെടുന്ന ഒരു സങ്കല്പത്തിനെ പുറത്ത് ശ്വാസകോശങ്ങളുള്ള ഒരു ജന്തുവായി പരിഗണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മനുഷ്യനും വീടുമായിട്ടുള്ളൊരു ബിംബം അവിടെ ടോട്ടാലിറ്റിയിൽ വരുന്നുണ്ട്. കവികൾ ഉപയോഗിക്കുന്ന മറ്റൊരു സങ്കല്പമാണ് സിംബലിസം അല്ലെങ്കിൽ സിംബോളിസം എന്ന് പൊതുവെ പറയാം. സിംബോളിസ്റ്റ് മാനിഫെസ്റ്റോ തയ്യാറാക്കിയത് ജീൻ മോസ് ആണ്. അതായത് കവിതയിൽ പറയുന്ന ഒരു പ്രത്യേക ആശയങ്ങളെ പ്രതീകങ്ങൾ അല്ലെങ്കിൽ അടയാളങ്ങൾ ഉപയോഗിച്ച് അർത്ഥം ധ്വനിപ്പിക്കുന്നതിനെയാണ് സിംബലിസം അല്ലെങ്കിൽ സിംബോളിസം എന്ന് പറയുന്നത്. അത്തരം പ്രതീകങ്ങൾ ഒരു വസ്തുവോ വ്യക്തിയോ നോട്ടമോ ആംഗ്യമോ ഒക്കെ ആവാം. അതായത് പ്രകൃതിയിൽ കാണുന്ന എന്തും ഒരു പ്രതീകങ്ങളാക്കാൻ പ്രതിഭാശാലിയായ കവിക്ക് കഴിയും. ഈ പറഞ്ഞ പ്രസ്ഥാനത്തിൻ്റെ വക്താക്കളായി പിന്നീട് പറയുന്നത് ചാൾസ് ബോദ്ലെയർ, സ്റ്റീഫൻ മല്ലാർമെ പോലുള്ളവരെ പറ്റിയാണ്. അതിൽ മല്ലാർമയുടെ ഡിവഗേഷൻസ് എന്നറിയപ്പെടുന്നത്
ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രമുഖ കൃതിയായി പറയപ്പെടുന്നു. സാധാരണ വ്യാപാരങ്ങളിലൂടെ പ്രകടിപ്പിക്കാൻ കഴിയാത്ത വികാരങ്ങൾ പ്രതീകങ്ങളിലൂടെ വിവരിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഭൗതികമായ അർത്ഥത്തിലുപരിയായി നവീനമായ ഒരു അനുഭൂതി ഉണ്ടാക്കുന്ന മറ്റൊരർത്ഥം കവിതയ്ക്ക് കൽപ്പിക്കാൻ സിംബോളിസ്റ്റുകൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സാഹിത്യത്തിൽ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ പല കൃതികളിലും സിംബലിസം കടന്നു വരുന്നു. അതുപോലെ തന്നെ മലയാള സാഹിത്യം പരിശോധിച്ചാൽ ആശാൻ്റെ വീണപ്പൂവിലും ജിയുടെ സൂര്യകാന്തിയിലുമൊക്കെ സിംബലിസ്റ്റ് അല്ലെങ്കിൽ സിംബോളിസത്തിൻ്റെ അനുരണനങ്ങൾ കാണപ്പെടുന്നു. ഇനി നമ്മൾ സംസാരിക്കുന്നത് മനുഷ്യ മനസ്സിൻ്റെ അനുഭൂതി ചിത്രണത്തിന് കലാകാരന്മാർ ആധുനികമായി ഉപയോഗിക്കുന്ന രണ്ട് സങ്കേതങ്ങളെ പറ്റിയാണ്. അതിലൊന്ന് ഇംപ്രഷനിസം എന്നും മറ്റൊന്ന് എക്സ്പ്രഷനിസം എന്നും അറിയപ്പെടുന്നു. രണ്ടിലും പൊതുവായി പറഞ്ഞാൽ രണ്ടും അനുഭൂതി ചിത്രണത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതിൽ ചിത്രകലയിലാണ് ഇത് തുടങ്ങിയത്. സ്വാഭാവികമായും ചിത്രകലയിലാണ് ഇത് തുടങ്ങിയത്. അതിൽ നിന്ന് മറ്റ് കലാരൂപങ്ങളിലേക്ക് അത് വ്യാപിക്കുന്നതായി വ്യാഖ്യാനിക്കപ്പെടുന്നു. അപ്പോൾ അതിലാദ്യം ഇംപ്രഷനിസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം. സ്വാഭാവികമായിട്ടും മനുഷ്യ മനസ്സിൽ അനുഭൂതി ചിത്രണത്തിന് ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ വക്താവായി അറിയപ്പെട്ടിരുന്ന ആൾ ക്ലോദ് മോണറ്റാണ്. ക്ലോദ് മോണറ്റ് സൂര്യോദയത്തെ ആസ്പദമാക്കി വരച്ച ഒരു ചിത്രത്തിൽ നിന്നാണ് ഈ പറഞ്ഞിരിക്കുന്ന ഇംപ്രഷനിസം എന്ന സംജ്ഞയുടെ തുടക്കം. ഒരു സൂര്യോദയം നടക്കുന്ന സമയത്ത് അതിൻ്റെ പ്രതിഫലനം, വെള്ളത്തിൽ വീഴുന്ന ആ രശ്മികൾ, അത് അനുവാചകൻ്റെ മനസ്സിലുണ്ടാക്കുന്ന അനുഭൂതികളാണ് അദ്ദേഹം എക്സ്പ്രസ് ചെയ്തത്. ഈ ഒരു വസ്തുവിനെയല്ല അത് മനസ്സിൽ സൃഷ്ടിക്കുന്ന അനുഭൂതികളെയാണ് അതിൽ ചിത്രീകരിക്കുന്നതെന്ന് മനസ്സിലാക്കാം. അതായത് ഇംപ്രഷനിസം എന്നുള്ളത് തികച്ചും വ്യക്തിനിഷ്ഠവും ആത്മനിഷ്ഠവുമായ കാര്യമാണ്. ഒരു സവിശേഷ മുഹൂർത്തത്തിൽ വസ്തു എങ്ങനെ അനുഭൂതിയായി മാറിയെന്ന് അത് പ്രഖ്യാപിക്കുന്നു. വസ്തുവിൻ്റെ മൂർത്ത രൂപത്തിൽ നിന്ന് ആദർശ രൂപത്തിലേക്കുള്ള പ്രയാണമാണ് ഇംപ്രഷനിസം എന്ന് നമുക്ക് പറയാം. വിൻസെൻ്റ് വാൻ ഗോഗിൻ്റെ ചിത്രങ്ങൾ ഇംപ്രഷനിസത്തിന് പ്രശസ്തമായ ചിത്രങ്ങളാണ്. ഇനി ഇംപ്രഷനിസ്റ്റുകളുടെ പൊതുവായ ചില പ്രത്യേകതകൾ: പ്രകൃതി ദൃശ്യങ്ങൾക്കാണ് കൂടുതൽ ഊന്നൽ നൽകുന്നത്. ശാന്തമായ തെരുവുകൾ, സായാഹ്ന കഫേകൾ, ഗ്രാമീണ ദൃശ്യങ്ങളൊക്കെ അതിൽ വിഷയമായി വരും. അതിൽ നിറങ്ങൾ ചാലിക്കുന്ന സമയത്ത് വളരെ ലളിതമായ നിറങ്ങളും നിഴലും വെളിച്ചത്തിൻ്റെയും പ്രാധാന്യമൊക്കെ ഇംപ്രഷനിസത്തിൻ്റെ പ്രത്യേകതകളായിട്ട് പറയാം. അതിൽ ലളിതവും ലഘുവുമായ രേഖകൾ ക്രമരഹിതമായി വിന്യസിക്കുന്ന രീതിയാണിത്. പ്രകൃതിദത്തമായ വെളിച്ചത്തിൽ വസ്തുക്കളെ കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഇംപ്രഷനിസ്റ്റുകൾ. ഇപ്പോൾ ചിത്രകലയെ ഊന്നിയാണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പറയുന്നത്. അത് മറ്റ് കലാരൂപങ്ങളിലേക്കും വ്യാഖ്യാനിക്കുന്ന സമയത്ത് ലളിതമായ റിയാലിറ്റി, അതായത് യാഥാർത്ഥ്യത്തിൽ ഊന്നി നിൽക്കുന്ന ചില രചനാ സങ്കേതങ്ങളാണ് ഇംപ്രഷനിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പൂർണ്ണമായും റിയലിസമായിട്ട് ബന്ധമല്ല, എന്നാലും റിയാലിറ്റിയായിട്ട് ചെറിയ ബന്ധമുള്ള രീതിയിലാണ് ഇംപ്രഷനിസ്റ്റ് ചിത്രങ്ങൾ വരയ്ക്കുന്നതെന്നും അല്ലെങ്കിൽ ഇംപ്രഷനിസം ഉൾപ്പെടുന്ന കലാസൃഷ്ടികൾ ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കാം. ഇനി നമ്മൾ എക്സ്പ്രഷനിസത്തിലേക്ക് വന്നാൽ ഇത് രണ്ടും തമ്മിൽ കാര്യമായ വ്യത്യാസം നമുക്ക് തോന്നാറില്ലെങ്കിലും അതിസൂക്ഷ്മമായി പരിശോധിക്കുന്ന സമയത്ത് ചില വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇനി എക്സ്പ്രഷനിസവുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ പ്രത്യേകതകൾ നമുക്കിങ്ങനെ പറയാം. ഭൗതിക യാഥാർത്ഥ്യത്തെക്കാൾ വൈകാരിക അനുഭവത്തിൽ അർത്ഥം പ്രകടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അഗസ്റ്റ് ഹാർവേ എന്ന കലാകാരൻ പാരീസിൽ നടത്തിയ ഒരു പെയിൻറ്റിങ്ങിൽ നിന്നാണ് എക്സ്പ്രഷനിസം എന്ന സംജ്ഞയുടെ ഉദയം. ഒരു വസ്തു ചിത്രകാരൻ സൃഷ്ടിക്കുന്ന വികാരങ്ങളുടെയും അനുഭൂതിയുടെയും ആവിഷ്കാരം ലളിത നിറങ്ങൾക്ക് പകരം കടുത്ത നിറങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് വരയ്ക്കുന്ന രീതിയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഇംപ്രഷനിസ്റ്റ് ചിത്രങ്ങൾക്ക് അതിന് താരതമ്യേന ലഘുവായ ചില നിറങ്ങളും ലഘുവായ വരകളുമാണെങ്കിൽ ഇത് കുറച്ചുകൂടെ കടുത്ത ബോൾഡായിരിക്കുന്ന ചില നിറങ്ങൾക്ക് പ്രാധാന്യം, അല്ലെങ്കിൽ കടുത്ത വരകൾക്കും പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കാം. ഇനി ഇംപ്രഷനിസത്തിൽ പ്രകൃതി ദൃശ്യങ്ങൾക്ക് മേൽക്കോയ്മ കിട്ടിയെങ്കിൽ ഇവിടെ അങ്ങനെയല്ല. അതിനുപരിയായി ആത്മാവിഷ്കാരങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന എന്ത് കാര്യങ്ങളും ഇതിനകത്ത് ചിത്രങ്ങളായി വരാം എന്ന് മനസ്സിലാക്കാം. കുറച്ചുകൂടെ വാചാലകതയും അതിശയോക്തിപരതയും ഈ പറഞ്ഞിരിക്കുന്ന എക്സ്പ്രസ് അല്ലെങ്കിൽ എക്സ്പ്രഷനിസ്റ്റ് ചിത്രങ്ങൾക്കുണ്ടെന്ന് മനസ്സിലാക്കാം.
ഉദാഹരണമായി എക്സ്പ്രഷനിസം പറയുന്ന സമയത്ത് അത് നാടകത്തിൽ കൂടുതൽ വരുന്നുവെന്ന് പറയുന്നുണ്ട്. ലൂയി പെരാൻഡലോയുടെ നാടകങ്ങളിലും മലയാളത്തിൽ പൊളിമാന പരമേശ്വരൻ പിള്ളയുടെ അവൻ സമത്വവാദിയാണെന്ന നാടകത്തിലും ഇത് ആവിഷ്കരിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. സി രാധാകൃഷ്ണൻ്റെ ദീപ് എന്ന നാടകത്തിലും ഇതുണ്ടെന്ന് പറയപ്പെടുന്നു. ഇനി ശില്പം നോക്കുന്ന സമയത്ത് എറിക് ഹെക്കൽ എൻ്റെ ശില്പങ്ങളിൽ ഈ എക്സ്പ്രഷനിസം കാണപ്പെടുന്നു എന്ന് പറയാം. അതായത് ചുരുക്കം പറഞ്ഞാൽ ഇംപ്രഷനിസം വെളിച്ചത്തെയും നിറത്തെയും കുറച്ചുകൂടെ യാഥാർത്ഥ്യബോധത്തോടെ വിവരിക്കുന്നു. അതേസമയം എക്സ്പ്രഷനിസം ക്രമരഹിതമായ വരകളെയും കടുത്ത നിറങ്ങളും അതിവൈകാരികത കലർത്തി ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കാം. ഇത് പൊതുവായി ചിത്രകലയിലാണ് ഉപയോഗിക്കുന്നത്. രണ്ടിനും പൊതുവായി പറഞ്ഞ ചിത്രകലയിലാണ് സാധാരണ ഉപയോഗിക്കുന്നത്, അനുഭൂതി ചിത്രണത്തിലാണ് സാധാരണ ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം.